അങ്ങനെ ഞങ്ങളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം തേങ്ങയെടുത്താൻ ചേട്ടൻ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചേട്ടൻ ഓരോ തെങ്ങിൽ കയറി തേങ്ങ എടുത്തിടുകയായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്ന തെങ്ങാണ് ഗൈസ്. അതിലെ തേങ്ങയാണ്. ഇതിനകത്തുള്ള തേങ്ങ കുറച്ച് ഉരുണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള തെങ്ങിൽ പോയി നോക്കിയപ്പോഴോ അതിൻ്റെ തേങ്ങയാണെങ്കിൽ നല്ല നീണ്ടു ഇരിക്കുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് അപ്പയെ കാണാത്തോണ്ട് അങ്ങോട്ട് പോയപ്പോഴോ അപ്പതേ പശുവിനെ തടവി നിൽക്കുന്നു. ചുമ്മാ നിൽക്കുന്നതല്ല, ചേട്ടന് കമ്പനി കൊടുക്കുന്നേ. എന്നാൽ പിന്നെ അവിടം വരെ വന്നപ്പോൾ നമ്മുടെ മലയുടെ വ്യൂവും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള മലയുടെ വ്യൂ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പം ദേ സ്കൂള് തുറന്നുകൊണ്ടാവും പിള്ളേരുടെ വാൻ താഴെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സുബിൻ എൻ്റെ കുറേ തള്ളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ചേട്ടൻ താൻ്റെ തെങ്ങിൽ നിന്ന് ഇറങ്ങി എല്ലാ തേങ്ങയും അടത്തിക്കഴിഞ്ഞു. അങ്ങനെ അപ്പയാണെങ്കിൽ ഒരുപോലെ കരുക്കം കൊണ്ട് വരികയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായി. അപ്പോൾ അപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു ഷേക്ക് അടിച്ചാലോ എന്ന്, കരിക്കിൻ ഷേക്ക്. അങ്ങനെ ഞങ്ങൾ കരിക്കിൻ ഷേക്കിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാലും കരിക്കും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ഷേക്ക് അടിക്കുക. ഞാനിങ്ങനെ കൊതിയോടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാനിതുവരെയും കരിക്കിൻ ഷേക്ക് വീട്ടിലുണ്ടാക്കി കുടിച്ചിട്ടില്ല, കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റായിരുന്നു. ഇനി ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നല്ല ഗ്ലാസ്സിലോട്ടാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു ഗൈസ്. പിന്നെ ഞാനും കുടിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.